ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു കേട്ടോ, വീട്ടിലെന്താ വെപ്പം കുടിയൊന്നും ഇല്ലേ, നിങ്ങൾ പുറത്തുനിന്ന് മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എനിക്ക് ബേസിക്കലി കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്, ഇഷ്ടത്തോടെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ആയിട്ട് പ്രോൺസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഇതാ നോക്കിയ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷാൻജുവിനെ പോലെ യൂട്യൂബേഴ്സൊക്കെ ഉള്ളപ്പോൾ നമുക്കും കുക്കിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ സൺഡേ ആയാലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചയുറക്കം അത് നിർബന്ധമാണ്. പോത്ത് പോലെ ഞങ്ങൾ കിടന്നുറങ്ങി വൈകുന്നേരം എണീറ്റ് കേട്ടോ. ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഒരേ വാശി, അവൾക്ക് പുറത്തോട്ട് പോകണം. അപ്പം ഞങ്ങൾ അവളെയും കൊണ്ട് ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. പിള്ളേരിപ്പോൾ കളിച്ച് വളരേണ്ട പ്രായമാണല്ലോ, കളിക്കട്ടെന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ കൺഫ്യൂഷനായി ഏതിൽ കയറണമെന്ന്. കാരണം ഒത്തിരി ടോയ്സും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു 1 ഹവറിന് 250 rupees ആയിരുന്നു ഇവരുടെ ചാർജ്. 1 ഹവർ അവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. അവൾ ലാസ്റ്റ് വീട്ടിലോട്ട് പോരുന്നില്ലായിരുന്നു, പിന്നെ കരഞ്ഞു കൂവിയൊക്കെയാണ് കൊണ്ടുപോയത് വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇതാ പിന്നെയും എൻ്റെ കുക്കിംഗ് സിനാരിയോസ് ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നന്നായിട്ട് റൈസ് കഴിച്ച കാരണം നമുക്ക് റൈസ് കഴിക്കാനേ തോന്നിയില്ല. അപ്പം ഞങ്ങൾ ഇതാണ് കഴിച്ചത് ഇന്ന് ഡിന്നറിന്. പിന്നെ ഈ ഡിഷിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സൈഡിലിരിക്കുന്നത് പ്രോൺസും ആ സൈഡിലിരിക്കുന്നത് ചിക്കനുമാണ് കേട്ടോ. പ്രോൺസ് ഒരു ക്രീമി ചീസി അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്തത്, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ആ സൈഡിലിരിക്കുന്നത് സാലഡാണ്, ചിക്കൻ സാലഡ് വെജീസൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിനകത്ത് ബോറടിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് പുറത്ത് നല്ല മഴ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട്, അനുജേട്ടൻ ആൻഡ് 5 അപർണ. അപ്പോൾ ഇവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് നൈറ്റ് ഔട്ടിന് പോയാലോ. മഴയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയൊരു ചായയൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി പിന്നെന്താ പോയേക്കാന്നും പറഞ്ഞിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന്. പിന്നെ പോകുന്ന വഴിക്ക് പനിയെ കയറി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ സമയം 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഈ സൈഡിലുള്ളത്. പിന്നെ ഞങ്ങൾ തേരാപ്പാര ഇതിലേയും കഥയൊക്കെ പറഞ്ഞ് നടന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് BR അംബേദ്കറിൻ്റെ ഒരു സ്റ്റാൻഡിങ് സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അൺഫോർച്ചുനേറ്റ്ലി ചായ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് പിസ്ത ഹൗസ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത്. പിസ്ത ഹൗസിലെ ചായ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചായയാണ്, നല്ല അടിപൊളി ചായയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയിട്ട് ഇതാ ഒരു ചായയൊക്കെ കുടിച്ചു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ മണി 2 കഴിഞ്ഞു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.